പ്രകൃതി ജീവനം ഡോക്ടർ ശ്രീധർ കൂത്താട്ടുകുളം. ഭൂമിയിൽ മനുഷ്യജന്മം ഭാഗ്യമാണ്. ആയുരാരോഗ്യ സൗഖ്യത്തോടെയെങ്കിൽ മഹാഭാഗ്യവും. രോഗമില്ലാത്ത ലോകത്തേക്ക് ക്ഷണിക്കുന്ന ഔഷധരഹിതമായ ഒരു സമ്പൂർണ്ണ ആരോഗ്യ പദ്ധതിയാണ് പ്രകൃതി ജീവനം. ശരീര ചൈതന്യത്തിന് രോഗപ്രതിരോധ ശേഷിയുണ്ടെന്നതാണ് പ്രഥമ പാഠം. മാലിന്യമാണ് രോഗകാരണമെന്നും ശുചീകരണമാണ് ചികിത്സയെന്നും പ്രകൃതി ജീവനം അടിവരയിടുന്നു. ആഹാരമാണ് ഔഷധം എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. പ്രകൃതി പാചകം ചെയ്ത മനോഹരമായ പഴങ്ങൾ പോഷകസമൃദ്ധമാണ്. പച്ചക്കറികൾ, ഇലകൾ, മുളപ്പിച്ച അണ്ടിവർഗ്ഗങ്ങൾ തുടങ്ങിയവ പച്ച തേങ്ങയും ചേർത്ത് ഉള്ള സമീകൃതാഹാരം ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യും. മിതമായ ആഹാരം, വ്യായാമം, വിശ്രമം ഇവ പാലിച്ചാൽ രോഗം വരാതെ സൂക്ഷിക്കാം. എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രസന്നതയാണ് ആരോഗ്യം. പ്രകൃതി ജീവനവും യോഗയും സമന്വയിപ്പിച്ചാൽ മനോശാരീരിക സൗഖ്യം നിലനിർത്തി യുവത്വത്തോടെ ജീവിക്കാനാകും. സർവചരാചരങ്ങളോടും മമതാനാഭാവവും സൗന്ദര്യ വീക്ഷണവും മാനസികാരോഗ്യത്തിന് അനിവാര്യമാണ്. അതെ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണ് പ്രധാനം. പ്രകാശമുള്ളിടത്ത് ഇരുട്ടില്ല. ഇരുട്ടിനെ അകറ്റേണ്ടത് പ്രകാശം കൊണ്ടാണ്. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രം വർക്കലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ന് പ്രകൃതി ഭക്ഷണശാലകളും ചികിത്സാ കേന്ദ്രങ്ങളും ധാരാളമുണ്ട്. ചിട്ടയായ ജീവിതത്തിന് പ്രകൃതിയുടെ പാഥേയമാണ് ആരോഗ്യം. അങ്ങനെ ശതായുസിൻ്റെ കയ്യൊപ്പോടെ ജീവിക്കുന്നവർ അനേകരുണ്ട്. ജീവിച്ച കാലത്തെ മഥനം കിരിയുന്ന മൃതിയാകാത്ത സ്മൃതികളുമായി. നമസ്കാരം.